നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഡെയർ ഡെവിൾ. എന്നാൽ അനീതിയുടെ ഒരു പറ്റം സംഭവങ്ങൾ നടക്കുന്ന ഒരു ക്രൂഷ്യൽ അധ്യായവും. അതാണ് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ്റെ 7ാം ചാപ്റ്റർ. കാരനെ പവൽ തോക്കിന് മുന്നിൽ നിർത്തിയ ആ സങ്കീർണ സാഹചര്യം നമ്മൾ കണ്ടു. ഇതേ സമയം തന്നെ വിൽസൺ ഫിസ്കുമായിട്ടുള്ള ഒരു ചൂടേറിയ പോരാട്ടത്തിനൊടുവിൽ അയാളെ കൊല്ലാതെ വിട്ടുപോകുന്ന ഡെയർ ഡെവിളിനെ കൊന്നാൽ നഗരത്തിൻ്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് കാലങ്ങളോളം വാഴ്ത്തും. സിരയിലൂടെ ഒഴുകുന്ന രക്തത്തിൽ പോലും കളങ്കമുള്ള ഒരു ക്രിമിനൽ അങ്ങനെ പുണ്യാളനാവാൻ പാടില്ല. തലേരാത്രിയിൽ നടന്ന കലാപവും അതിനിടയിലുണ്ടായ അക്രമവുമാണ് നഗരത്തിൻ്റെ അടുത്ത സൂര്യോദയത്തിനൊപ്പം വ്യാപിക്കുന്നത്. പിന്നിൽ AVTF ആണെങ്കിൽ കൂടി ഫിസ്കിൻ്റെ ഭരണത്തിന് കീഴിൽ വരുന്ന വാർത്തകൾക്ക് അത് പറയേണ്ട കാര്യമില്ല. വിപ്ലവകാരികൾ അക്രമാസക്തരായതെ തുടർന്ന് 3 മരണവും കുറച്ചുപേർക്ക് പരിക്കേറ്റതായും ന്യൂസ് സ്പ്രെഡ് ആവുമ്പോൾ ഡെയർ ഡെവിളും ചൂടും ചൂരുമായി നിൽപ്പുണ്ട്. സോണിയുടെ കടമ്പിടുത്തം കാരണം ആ സ്പൈഡറിനൊപ്പം മാൻ എന്ന് പോലും ചേർത്തെഴുതാൻ കഴിയാത്ത സാഹചര്യം. എന്നിരുന്നാലും ഉദ്ദേശിച്ച റെഫറൻസ് മനസ്സിലായി. കാരൻ എവിടെയാണെന്ന് കണ്ടെത്താൻ മാറ്റ് തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് നഗരം മരിച്ചു പിറക്കുകയാണ്. ഈ സമയം വിൽസൺ ഫിസ്കിനെ നമുക്ക് കാണാം. അയാൾ തൻ്റെ ഒരു സാധാരണ ദിവസം തുടങ്ങാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ട് പുറമേ സാധാരണമായിരിക്കാം, പക്ഷേ ഉള്ളിൽ ഇനി അഴിച്ചുവിടാൻ ഒരുങ്ങുന്ന അക്രമങ്ങളുടെ പ്ലാനിംഗ് ആണ്. ഈ സമയത്താണ് അയാളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. വനേസിയുടെ ഒരു കമ്മൽ മോഷണം പോയിരിക്കുന്നു. അതാരെടുത്താണെന്ന് നമ്മൾ മുന്നേ കണ്ടിരുന്നു, ഹെദർ. ഫിസ്കിനെ സംബന്ധിച്ച് വനേസിയുമായി ബന്ധപ്പെട്ട എന്തും വിശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇതയാളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. മറുഭാഗത്ത് കാരൻ പേജിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് നമ്മൾ കരുതും പോലെ റെഡ് ഹൂക്ക് പോർട്ടലിലെ ഫിസ്കിൻ്റെ ആരും കാണാത്ത രഹസ്യ തടവറയിലൊന്നുമല്ല. പകരം ഒരു ഒഫീഷ്യൽ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. ഇത് ഫിസ്കിൻ്റെ മേലുള്ള നിയമപരമായ സമ്മർദ്ദത്തിൻ്റെ ലക്ഷണമാണ്. പൂർണ്ണാധികാരമുണ്ടായിരുന്നേൽ അയാൾ അവളെ റെഡ് ഹൂക്കിലേക്ക് എത്തിക്കുള്ളായിരുന്നു. എന്നാൽ പിന്നെ പുറം ലോകം കാണുകയില്ല. അങ്ങനെ കാരൻ്റെ ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞ് സെല്ലിൽ കയറ്റി അങ്ങനെ നിൽക്കവേ ഒരു വിസിറ്ററുണ്ട്. ഫസ്റ്റ് വിസിറ്റർ. കുറേ കാലത്തിന് ശേഷം ഫിസ്ക് കാരനെ നേരിൽ കാണുകയാണ്. അഴിക്ക് പുറത്തു നിന്ന് ഫിസ്ക് അവരോട് വലിയ പ്രസംഗം തന്നെ നടത്തുന്നുണ്ട്. കാരൻ എത്രത്തോളം മോശക്കാരിയാണെന്നും ഒരു വിജിലാൻറ്റിക്ക് ഒത്താശ നടത്തി നാശത്തിന് കൂട്ടു നിൽക്കുന്ന മനോരോഗിയെ പോലെയാണ് പെരുമാറുന്നതൊക്കെ പറഞ്ഞ് അയാൾ അവളെ അധിക്ഷേപിക്കുന്നു. പക്ഷേ കാരൻ പേജ് പഴയ കാരനല്ല. ഫിസ്കിൻ്റെ വാക്കുകളിലെ വിറയലും അയാളുടെ ഉള്ളിലെ ഭയവും അവൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അവൾ ആ ഭയത്തെക്കുറിച്ച് ഫിസ്കിനെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുന്നു. ഇത് കേട്ട് നിയന്ത്രണം വിട്ട ഫിസ്ക് ഇതൊരിക്കലും ഭയമല്ല എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിൽ കാരൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഞെരുക്കുകയാണ്. നോക്കൂ, ഈ കൂടിക്കാഴ്ച റെഡ് ഹൂക്കിലെ ആ പഴയ ഗോഡൗണിൽ വെച്ചായിരുന്നുവെങ്കിൽ ഫിസ്ക് ഒരു നിമിഷം പോലും ആലോചിക്കാതെ കാരൻ്റെ കഴുത്ത് ഒടിച്ചേനെ. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ഔദ്യോഗികമാണ്. പോലീസും ക്യാമറകളും ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസ്കിന് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. ആ തിരിച്ചറിവിൽ ഫിസ്ക് കാരൻ്റെ കഴുത്തിലെ പിടിവിടുന്നു. എന്നിട്ട് ഒരു പരിഹാസബോധത്തോടെ പറയുന്നു, നിനക്ക് ആരെങ്കിലും വിളിക്കാൻ ലഭിക്കുന്ന ആ ഒരൊറ്റ ഫോൺ കോൾ ചാൻസ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന്. കാരൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. അവൾക്ക് മാറ്റിനെ വിളിക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ എല്ലാ ഫോൺ കോളുകളും ഫിസ്കിൻ്റെ ആളുകൾ ചോർത്തുന്നുണ്ട്. മാറ്റ് വിളിച്ചാൽ ഉടൻ തന്നെ AVTF സിഗ്നൽ പിടിച്ചെടുത്ത് അവനെ പൊക്കും. ആഞ്ചലയോ ഫിസ്കിൻ്റെ ഭരണകൂട ഭീകരത അനുഭവിക്കുന്ന മറ്റുള്ളവരെ വിളിച്ചിട്ടും കാര്യമില്ല. ആകെയുള്ള വഴി ക്രിസ്റ്റനാണ്. പക്ഷേ മാറ്റുമായുള്ള ബന്ധം കാരണം ക്രിസ്റ്റൻ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഫിസ്കും ഇപ്പോൾ ഒന്ന് പതറി നിൽക്കുകയാണ്. ആ അവസരം മുതലെടുത്ത് ക്രിസ്റ്റൻ കാരൻ്റെ കേസ് ഏറ്റെടുക്കാനും കോടതിയിൽ വെച്ച് ഫിസ്കിന് നല്ല 8ൻ്റെ പണി കൊടുക്കാനും സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി നമ്മൾ കാണുന്നത് ജെസിക്ക ജോൺസിനെയാണ്. അത് CIA ഏജൻറ്റ് ചാൾസിന് കിടപ്പ് മുറിയിലും. ആ കിടപ്പിൽ തന്നെ തീർക്കാനുള്ള ദേഷ്യം അവർക്കുണ്ട്. കാരണം വീട്ടിലേക്ക് തന്നെയും തൻ്റെ മകൾ ഡാനിയലെ അപകടത്തിൽപ്പെടുത്താൻ ആളുകളെ പറഞ്ഞയച്ചത് ഈ ചാൾസാണ്. ഒരു താക്കിയെന്ന പോലെ ഇനി തൻ്റെ അടുത്തോ ഡാനിയലിൻ്റെ മുന്നിൽ വരാൻ നിന്ന പച്ചയ്ക്ക് മണ്ണിൽ കുഴിച്ചു മൂടുന്ന ചാൾസിന് താക്കി നൽകുന്നു. ഈ സമയം ചാൾസ് ആകട്ടെ തൻ്റെ കയ്യിലുള്ള പ്രധാന അടവ് പുറത്തെടുക്കുകയാണ്. ജെസിക്കയുടെ പാർട്ണർ ഡാനിയലിൻ്റെ അച്ഛൻ മറ്റേ തൊലിക്കട്ടിയുള്ള ലൂക്ക് കേജ് ഇപ്പോൾ രാജ്യത്തിന് പുറത്ത് ഏജൻസിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെന്നും താൻ വിചാരിച്ചാൽ മാത്രമേ ജെസിക്കയ്ക്ക് ലൂക്കിനെ കോൺടാക്ട് ചെയ്യാൻ കഴിയൂ എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇത് കേട്ട് അവൾ ഒന്ന് തണുത്ത ശേഷം ഫിസ്കിൻ്റെ മാറ്റേഴ്സിലേക്ക് വരികയാണ്. കിങ്പിൻ്റെ ആയുധ ശേഖരം കത്തി നശിച്ചതോടെ ചാൾസും ഫിസ്കും തമ്മിലുള്ള ഇടപാട് പാളിയിരിക്കുകയാണ്. ഗവർണർ മക്കഫ്രി ഇപ്പോൾ ഫിസ്കിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണെന്ന് ചാൾസ് വെളിപ്പെടുത്തുന്നു. വനേസ ജീവിച്ചിരുന്നപ്പോൾ അവളുടെ ഒരു സാന്നിധ്യം ഫിസ്കിന് മേൽ ഉണ്ടാകുമെന്നുള്ള കരുതലായിരുന്നു മക്കഫ്രി ഫിസ്കിനെ സഹായിച്ചിരുന്നത്. എന്നാൽ വനേസയുടെ മരണത്തോടെ ഇനിയാളെ നിയന്ത്രിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് ഫിസ്ക് പറയുന്നോടി കേൾക്കേണ്ട കാര്യം തനിക്കില്ലെന്നും ഗവർണർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ ചാൾസ് തന്നെയാണ് ഗവർണറെ കൊണ്ട് ഈ ഒരു തീരുമാനം എടുപ്പിച്ചത്. ഫിസ്ക് തന്നെ പറ്റിച്ച ആയുധങ്ങൾ മാറ്റിയതിനും പിന്നാലെ ഇതുമൂലം നശിക്കപ്പെട്ടതിനും പകരമായി ഫിസ്കിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ അയാൾ കരുക്കൾ നീക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ചാൾസിനൊരു പേടിയുണ്ട്. തന്നെ ധിക്കരിച്ചതിന് ഫിസ്ക് ഗവർണർ മക്കഫ്രിയെ വധിക്കാൻ സാധ്യതയുണ്ട്. ഫിസ്ക് അധികാരത്തിൽ നിന്ന് പുറത്താകുന്നവരെ ഗവർണറെ സംരക്ഷിക്കേണ്ട അത്യാവശ്യവും. എന്തായാലും ഇപ്പോൾ അയാൾക്ക് തൻ്റെ ഏജൻസിയെ ഇതിനെ ഉപയോഗിക്കാൻ കഴിയില്ല. ജെസിക്കയ്ക്ക് ഗവർണറുടെ ബോഡി ഗാർഡായി നിൽക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ നഗരത്തിൽ ഒരേ ഒരു പേരേ ഉള്ളൂ, ഡെയർ ഡെവിൾ. ജെസിക്ക ഉടൻ തന്നെ മാറ്റിനെ കണ്ട് ചാൾസ് പറഞ്ഞ ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഗവർണറെ ഫിസ്ക് കൊലപ്പെടുത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മർഡക്ക് വലിയ ആശങ്കയിലാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഫിസ്ക് തൻ്റെ കൈപ്പാവയെ ആരെങ്കിലും
ഒരുപക്ഷെ ഗോമസിനെ അടുത്ത ഗവർണറാക്കാൻ ശ്രമിക്കുമെന്ന് അവൻ ഭയപ്പെടുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ റൂഫ് ടോപ്പിലായി ഈ ചർച്ച നടക്കുമ്പോൾ അവിടേക്ക് ചെറി എത്തുന്നുണ്ട്. ആള് പരിക്കുകളിൽ നിന്നെല്ലാം മുക്തനായി നല്ല ഉഷാറായി തിരിച്ചു വന്നിരിക്കുകയാണ്. ജയിലിൽ കാരനെ പാർപ്പിച്ചിട്ടുള്ള പ്രാന്തപ്രദേശത്തെക്കുറിച്ച് അയാൾ തിരക്കിയറിഞ്ഞ കാര്യം മർഡക്കിനെ അറിയിക്കുന്നതും കേട്ട പതി കേൾക്കാത്ത പതി മാറ്റ് അങ്ങോട്ടേക്ക് കുതിച്ച് അവളെ രക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ചെറി മാറ്റിനെ തടയുന്നു. കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിയമപരമായ വഴികളിലൂടെയാണ്. അതുകൊണ്ട് അവളൊരു വിജിലാൻറ്റി കോടതിയിൽ വിചാരണ നേരിടണം. ഈ ഒരു നേരത്ത് ഡേഡവൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചാൽ ജനങ്ങൾ വീണ്ടും ഫിസ്കിൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ സാധ്യതയുണ്ടെന്ന് ചെറി മർഡക്കിനെ ഓർമ്മിപ്പിക്കുന്നു. പ്രാന്തപ്രദേശമായ 15th പ്രിസിങ്ക്റ്റിൽ തൻ്റെ ആളുകൾ ഉണ്ടെന്നും കാരന് അവിടെ അപകടമൊന്നും സംഭവിക്കില്ലെന്നും ചെറി ഉറപ്പ് നൽകുന്നു. ജെസ്സിക്കയുടെ മാറ്റിൻ്റെ കൂടെ നിൽക്കാൻ ചെറി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവളിപ്പോൾ ഏറെ ആവശ്യമുള്ളത് മകൾ ഡാനിയലിനടുത്താണ്. പോകുന്നതിന് മുമ്പായി ജെസ്സിക്ക മാറ്റിൻ്റെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സൂക്ഷിക്കണം, നീ ഒരു തെറ്റ് വരുത്താൻ കാത്തിരിക്കുകയാണ് വിൽസൺ ഫിസ്ക്. കഥയിലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. മാറ്റ് മർഡോക്ക് തൻ്റെ പഴയ ശത്രുവായ ബെഞ്ചമിൻ പോയിൻഡെക്സ്റ്ററെ പാർപ്പിച്ചിട്ടുള്ളിടത്തേക്ക് ചെല്ലുമ്പോൾ അവൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. മാറ്റ് അവന് ആ ഒരു അവസരം നൽകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഡേഡവൾ ഒരു കാര്യം വളരെ വ്യക്തമായി ബുൾസയോട് പറയുന്നുണ്ട്. നീ ചെയ്ത തെറ്റുകൾ, ഫോഗിയെ കൊന്നത്, ഫാദർ ലാൻഡമിനെ കൊന്നത്, അനേക നിഷ്കളങ്കരെ കൊന്നത്, അതൊന്നും എനിക്ക് പൊറുക്കാൻ കഴിയില്ല. അതിൽ നിന്നെ കൊല്ലണമെന്നുണ്ട് എനിക്ക്. എന്നാൽ എൻ്റെ മറുപകുതി നിന്നോട് പൊറുക്കാൻ പറയുകയാണ്. ഈ ഏൽപ്പിക്കാൻ പോകുന്ന നല്ല കാര്യം ചെയ്തുകൊണ്ട് നിന്റെ പാവങ്ങളൊന്നും ഇല്ലാതാകില്ല. പക്ഷേ ഇത് പ്രായശ്ചിത്തത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും എന്നും മാറ്റ് അവനെ ബോധ്യപ്പെടുത്തുന്നു. ഈ പറയുന്നതെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ട് പോയിൻഡെക്സ്റ്റർ ആ ഉദ്യമം ഏറ്റെടുക്കുമ്പോൾ എന്താണത് നമുക്ക് നോക്കാം. പഴയ നെറ്റ്ഫ്ലിക്സ് സീരീസിലെ ആരാധകരുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ ബ്രെഡ് മഹോണി ഈ എപ്പിസോഡിൽ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വെറുമൊരു പോലീസ് ഓഫീസറല്ല, മറിച്ച് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിറ്റക്റ്റീവ് ബ്യൂറോയുടെ ചീഫാണ്. ചെറി മർഡോക്കിന് പറഞ്ഞ ജയിലിലെ ഇൻസൈഡ് മാൻ മഹോണിയായിരുന്നു. നിയമത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കാരനെ സഹായിക്കുന്നു. മഹോണി കാരനെ രഹസ്യമായി സെല്ലിൽ നിന്ന് പുറത്തിറക്കി അവിടേക്ക് എത്തി നിൽക്കുന്ന ഡേഡവളുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയാണ്. മാറ്റ് അവിടെ വെച്ച് കാരനോട് പറയുന്നത് നമുക്ക് കോടതിയിൽ വെച്ച് ഫിസ്കിനെ നേരിടാം എന്നാണ്. ഫിസ്ക് പഴയതിനേക്കാൾ അപകടകാരിയാണെന്ന് കാരൻ മാറ്റിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും മർഡക്കിൻ്റെ കാര്യം അറിയാം. ഫിസ്ക് അവളെ കോടതിയിൽ പരസ്യമായി അപമാനിക്കാനാകും ശ്രമിക്കുക. നഗരത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് അവളെ ഒരു കുറ്റവാളിയെ മുദ്രകുത്തി തൻ്റെ അധികാരം ഉറപ്പിക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അവിടെ മൊത്തം ക്യാമറാസ് ഉണ്ടാവും ജനങ്ങളുടെ മുന്നിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട്. ഈ അവസരം ഫിസ്കിനെതിരെ പ്രയോജനപ്പെടുത്താൻ താനൊരു ബുദ്ധി കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ കാരൻ ഒന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് വേണ്ടെന്ന് പറയുകയാണ്. കാരണം കൊടിയ അപകടമാണ്. പക്ഷേ മാറ്റ് ആ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ്. എന്താണ് ആ തീരുമാനമെന്നല്ലേ, അത് നമുക്ക് കാണാം വൈകാതെ. എന്തായാലും കോടതി മുറിയിൽ വെച്ച് തന്നെ ഫിസ്കിനെ തകർക്കുമെന്ന് മാറ്റ് കാരന് ഉറപ്പ് നൽകി പോകുമ്പോൾ കോടതിയിൽ തന്നെ പ്രതിരോധിക്കാൻ ഫിസ്ക് ഏർപ്പെടുത്തുന്നത് ഹോഗ്ബർഗിനെയാണ്. മുന്നൊരിക്കൽ കേസ്റ്റൻ മക്ഡഫിയുടെ വന്ന് സോട്സ്മാൻ കേസ് വാപ്പസ് വാങ്ങാൻ പറഞ്ഞ ആ ആളാണ്. മറന്നിട്ടില്ലല്ലോ. കാരനെതിരെ കിട്ടാവുന്ന എല്ലാ വകുപ്പുകളും ചേർത്ത് കേസെടുക്കാൻ ഫിസ്ക് ഉത്തരവിടുന്നു. ഈ നേരത്താണ് ഫിസ്കിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഹെദർ അവിടേക്ക് ഒരു സന്ദർശനം നടത്തുന്നത്. വനേസയെ പറ്റി എന്തെങ്കിലുമൊക്കെ ഫിസ്കിന് സംസാരിക്കണമെങ്കിൽ അതിനെ പറ്റിയ ആൾ ഇപ്പോൾ ഹെദറാണ്. കാരണം അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ. പ്രണയം അതൊരു തടങ്കലായിരുന്നു വിൽസൺ കണ്ടിരുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ ആ തടവറയിൽ കഴിഞ്ഞുകൂടാൻ തയ്യാറായി. എന്നാൽ ഇപ്പോൾ ആ തടവറയിൽ ഒറ്റയ്ക്ക് കിടക്കുക എന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാത്ത ഒന്നായിരുന്നു. സ്വന്തം മനസ്സെങ്ങനെയെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഫിസ്ക് ഇപ്പോഴുള്ളത്. ഹെദർ വനേസയുടെ കമ്മൽ മോഷ്ടിച്ച കാര്യം ഫിസ്ക് അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട്. തനിക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് ഹെദർ ആദ്യമൊന്നും ഭയന്നെങ്കിലും അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മലിൻ്റെ കൂടുണ്ടായിരുന്ന ഒന്നുകൂടി അവൾക്ക് സമ്മാനമായി നൽകുന്നു. ഈ ഫിസ്ക് ആളുകളെ നിരീക്ഷിക്കുന്നതിന് മിടുക്കനാണ്. ഹെദറിൻ്റെ ഉള്ളിലെ ആ ഒരു ഇരുണ്ട വശം അയാൾ തിരിച്ചറിയുന്നുമുണ്ട്. അവളെ തൻ്റെ ഒരു ആയുധമായി മാറ്റാനാണ് ഫിസ്ക് ശ്രമിക്കുന്നത്. സീസൺ 3 ഹെദറിന് വരാൻ പോകുന്ന ആ വലിയ മാറ്റം നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞു കാണുമല്ലേ. സ്പോയിലർ ആയതുകൊണ്ട് അതേക്കുറിച്ച് ഇവിടെ പറയുന്നുമില്ല. എന്താണെന്ന് അറിയണേൽ മുന്നുള്ള എപ്പിസോഡുകൾ ഹെദറിനെ ചുറ്റിപ്പറ്റി പറഞ്ഞ് ചില സൂചനകൾ നോക്കിയാൽ മനസ്സിലാവും. സൂപ്പർ പവറുള്ള ആളുകളെ ഫിസ്ക് സാധാരണ കൂടെ കൂട്ടാറില്ല. കാരണം അവരെ പേടിപ്പിച്ചടക്കി നിർത്താൻ കഴിയില്ല എന്നയാൾക്കറിയാം. എങ്കിലും ഹെദറിനെ അയാൾ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഒരു പ്രധാന കാര്യം, ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ബീബി ബ്ലേക്കിൻ്റെ വീട്ടിൽ തന്നെയാണ്. അവനവളെ പോകാൻ വിടുന്നില്ല. ഫോണും പിടിച്ചു വാങ്ങി വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന പോലെ പരസ്പരം ജോലി സംബന്ധമായി ഉപയോഗിച്ചു വന്നതായിരുന്നു ഇതുവരെങ്കിലും. ഇടയ്ക്കൂടെ ബീബി ചൂടുമാറ്റി കളിച്ചതിന് അവൾ നല്ല ദേഷ്യമുണ്ട്. എന്നിരുന്നാലും ബീബി ബക്കിൻ്റെ കയ്യിൽ കിട്ടിയ അവളോതാൻ പിന്നെ ഉടമ്പെറുക്കും ഉസിര് കാണത്തില്ല. അതുകൊണ്ട് സേഫായിട്ട് എവിടെയെങ്കിലും തൽക്കാലത്തേക്ക് മാറി നിൽക്കണമെന്നും തനിക്കറിയാവുന്ന ഒരാളെ ഏർപ്പെടുത്താമെന്നും അവൻ പറയുന്നു. ബ്ലേക്കിൻ്റെ രീതി നോക്കിയാൽ അവന് ഫിസ്കിനുള്ള റെസ്പോൺസിബിലിറ്റി നല്ല രീതിക്കുണ്ട്. എന്നാൽ ബീബി അറിഞ്ഞുകൊണ്ട് മുതലക്കുളത്തിലേക്ക് ഇടാനും തോന്നുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ അവൻ ബക്കിനാണ് മെസ്സേജ് അയക്കുന്നത്. ബീബിയുമായി സ്ട്രീറ്റ് ലെവൽ ബിൽഡിങ്ങിലേക്ക് എത്തുമെന്നും അങ്ങോട്ടേക്ക് അവനോട് എത്താനും ഇൻഫോം ചെയ്തുകൊണ്ട്. ഇതിനിടെ തീർച്ചയായും ബീബിയും അവളുടെ പക്ഷം പറയുന്നുണ്ട്. അവൾ സ്വന്തം കഴിവുകൊണ്ട് കെട്ടിപ്പടുത്തുയർത്തി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത ബീബി ന്യൂസിനെ ഫിസ്കയുടെ ഗ്ലോറിഫിക്കേഷന് വേണ്ടി എടുത്തപ്പോൾ അവൾക്ക് വേണ്ടഞ്ഞിട്ട് കൂടെ ഏറ്റത് പ്രതികാരത്തിന് തന്നെയാണ്.
തൻ്റെ അങ്കിളിനെ കൊന്ന ഫിസ്കിനോടുള്ള അവെഞ്ചിന് വേണ്ടി. അതാണ് ഇപ്പോൾ കള്ളങ്ങൾ പുറത്തു കൊണ്ടുവന്ന് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ബ്ലേക്കിനും അറിയാം ഫിസ്കിൻ്റെ ഇമാരി ചെത്തുതരങ്ങളൊക്കെ, പക്ഷെ അവനും കണ്ടില്ല എന്ന് വയ്ക്കുവാണ്. അങ്ങനെ വൈകാതെ കാരൻ്റെ വിചാരണ ആരംഭിക്കുകയാണ്. അവൾക്കെതിരെ പ്രതിഷേധക്കാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്, ഫിസ്കിൻ്റെ അനുയായികൾ. കാരന് വേണ്ടി വാദിക്കാനെത്തിയിട്ടുള്ള കേർസ്റ്റൻ ഒരു വശത്ത്, ഫിസ്കിൻ്റെ വക്കീൽ ഹോഗ്ബർഗ് മറുവശത്ത്. ഇരുവരുടെയും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞതിന് കാരണക്കാരിയായ കാരൻ പേജ് എന്ന ക്രിമിനൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ വിധിക്കണമെന്ന് ഹോഗ്ബർഗ്. ആ ക്ഷണം തന്നെ ഡിഫെൻഡ് ചെയ്ത് കേർസ്റ്റനും. അവരുടെ കോടതിയോടുള്ളൊരു ചോദ്യം, എന്താണ് ഇവിടെ വിജിലാൻറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വന്തം ചിന്തകൾ വെച്ച് നീതി നടപ്പാക്കാൻ ഏതറ്റവും വരെ പോകുന്നവരെയാണോ, അതോ തകർന്ന ഒരു സൊസൈറ്റിയിൽ നീതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു പിടിവെള്ളിയായ സംഘമാണോ? നഗരത്തിനും കോടതിക്കും മാതൃകാപരമായി ഒരു വിധിയേ ഉള്ളൂ, കാരനെ കുറ്റവിമുക്തയാക്കുക. ഇതിന് ബദലായി ശക്തമായ ഹോഗ്ബർഗും എതിർക്കുമ്പോൾ ഇവിടെ നമ്മൾ മുന്നേ ഒരിക്കൽ ജാക്ക് ഡുക്കേൻ്റെ വിചാരണയിൽ കണ്ട ആളെയല്ല ക്രിസ്റ്റ്യൻ മക്ഡഫി. അവർ നല്ല കട്ടയ്ക്ക് സ്ട്രോങ് ആയി തന്നെ കുറുക്കി ഉള്ളുന്ന രീതിക്ക് സംസാരിക്കുകയാണ്. കോടതി ഇതെല്ലാം കേട്ട് ഇനി സാക്ഷി വിസ്താരം തുടരാമെന്ന് നിൽക്കെ ഒരു നിമിഷം ക്രിസ്റ്റ്യന് കൂട്ടായി ഈ കേസിലെ കൗൺസിലറെ കൂടി വിളിക്കാനുണ്ട്. ആരാണത്? Matthew Murdoch for the defense, Your Honors. The none other than devil lawyer. ഇതാണ് കാരനോട് പറഞ്ഞ ആ ഉറച്ച തീരുമാനം. മിസ്സിംഗ് ആയ ഫിസ്കിൻ്റെ രക്ഷകൻ ഹീറോ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാവർക്കും അതിശയം. പക്ഷേ എൻ്റെ അതിശയം അതല്ല. മർഡോക്കിൻ്റെ ഡെസ്കിൽ ഡേഡോൾ ബോണഗെയിൻ കോമിക് ബുക്കിന് എന്താ കാര്യം? എന്തായാലും ഇതെല്ലാം ലൈവായി കാണുന്ന ഫിസ്കിൻ അങ്ങോട്ട് അരച്ചു കയറുമ്പോൾ മർഡോക്ക് വളരെ ബുദ്ധിപരമായി AVTFൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്നു. ഇതൊരു ക്രമസമാധാന സേനയല്ല, മറിച്ച് ഫിസ്കിൻ്റെ ഗുണ്ടാ സംഘമാണെന്ന് അവൻ വാദിക്കുന്നു. ഇങ്ങനൊരു സംഘടന രൂപീകരിച്ചതും അതിൻ്റെ നിയമങ്ങൾ, അതായത് വിജിലാൻറ്റുകൾക്കെതിരെ ഏതറ്റം വരെയും പോകുമെന്നത്, ഇതെല്ലാം ഫിസ്കിൻ്റെ അക്രമ നിയമങ്ങളാണെന്ന് പവലിനെയും കോളിനെയും ചോദ്യം ചെയ്ത് ഇരുവരും ശക്തമായൊരു ബിൽഡിംഗ് കൊടുത്ത് അന്നത്തെ സെഷൻ അവസാനിക്കുമ്പോൾ നല്ലൊരടിയാണ് മേയർക്ക്. അത് നമ്മൾ ആദ്യം തന്നെ അറിയുന്നത് ഗവർണറിലൂടെയാണ്. ട്രയലിന് തൊട്ടു പിന്നാലെ അവർ അറ്റോർണി ജനറലായ അലൻ സ്റ്റീവുഡിനെ വിളിച്ചിട്ട് ഫിസ്കിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നട്ടലായ റെഡ് ഹുക്ക് പോർട്ടിൻ്റെ സ്വതന്ത്ര പദവി റദ്ദാക്കാൻ ഉത്തരവിടുന്നു. തീർച്ചയായും ഇത് ഫിസ്കിൻ്റെ വലിയൊരു തിരിച്ചടിയാണ്. മേലും കീഴും നോക്കാനില്ലാതെ ഫിസ്ക് അവിടെ കൊട്ടേഷൻ കൊടുക്കുകയാണ്. അയാളയച്ച കൊലയാളി ഗവർണറുടെ വസതിയിലേക്ക് ചാടിക്കടന്ന് അവരുടെ ഓഫീസിലെത്തി കഴുത്തിന് കുരുക്കിടുന്നു. കൃത്യസമയത്ത് ആ കൊലയാളിയെ കൊന്ന് അവൻ്റെ ഇരുകൈകളിലും തലയിലുമായി മിസ്സാകാതെ കത്തിയെറിഞ്ഞെത്തുന്നത് വേറാരുമല്ല, പോയിൻ ഡെക്സ്റ്റർ. ഗവർണർ മക്കഫിയെ സംരക്ഷിക്കാനുള്ള ദൗത്യം നിറവേറ്റിയ ആത്മസംതൃപ്തിയോടെ മുഖത്തൊരു പുഞ്ചിരിയുമായി അവനോട് നിന്ന് നടന്ന് നീങ്ങുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെ ഭീകരമായൊരു മർഡർ അറ്റംപ്റ്റ് നടന്നതോടെ ഫിസ്ക് അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നതിൻ്റെ സൂചനകൾ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. വിചാരണയ്ക്ക് ശേഷം കോടതി വിരിയുമ്പോൾ അപ്രതീക്ഷിതമായൊരു അക്രമം നടക്കുന്നു. കോടതിയുടെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് AVTF അംഗങ്ങൾ മാറ്റിനും കേർസ്റ്റനും നേരെ വെടിതുർക്കുകയാണ്. മർഡോക്ക് പരിക്കുകളോടെ മറ്റുള്ളവരെ രക്ഷിച്ച് AVTFനെ മെരുക്കി അവിടുന്ന് സ്ഥലം വിടുമ്പോൾ നിലവിൽ ഈ ട്രയൽ സെഷൻ കൂടി കഴിഞ്ഞതോടെ ഫിസ്ക് എത്രത്തോളം പരിഭ്രാന്തരാണെന്ന് ഈയൊരു പ്രവൃത്തിയിലൂടെ വ്യക്തമാണ്. അയാൾക്കിപ്പോൾ നിയമമോ വ്യവസ്ഥയോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഇതിനിടയിൽ കാരനെ മാനസികമായി തകർക്കാൻ ഫിസ്ക് ഹെദറിനെ അവളുടെ സെല്ലിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ കാരൻ ഇപ്പോൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അവൾ സ്ട്രോങ് ആണ്. ഇത് ഹെദറിനെ ചൊടിപ്പിക്കുന്നേ ഉള്ളൂ. അവളുടെ നീചത പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. എപ്പിസോഡിൻ്റെ അവസാനം വളരെ ദാരുണമാണ്. ബ്ലേക്കും ബിബിയും തമ്മിലുള്ള തർക്കം കൊടുമ്പിരി കൊണ്ട് ഒടുക്കം അവളെ ഫിസ്കിൻ്റെ ആളായ ബക്കിന് കൈമാറാൻ ആ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നെങ്കിലും എന്തോ അവന് പറ്റുന്നില്ല. ബിബിയുമൊത്തുള്ള അടുപ്പം, തൊട്ട് തലേരാത്രി അമ്മയുമൊത്ത് ഡിന്നറിന് കൂടി ആളെയാണ് ഇപ്പോൾ ചാവാനിട്ട് കൊടുക്കാൻ പോകുന്നതെന്നുള്ള നല്ല ബോധ്യമാനുണ്ടെങ്കിലും അവളുടെ പക്ഷത്തുള്ള ന്യായം അതെല്ലാം ബേക്കിന് അലട്ടുവാണ്. തൻ്റെ കയ്യിലും ഇപ്പോൾ പാപക്കരയാണെന്ന് മുന്നേ ബക്കുമായി ക്രിസ്റ്റോഫിയുടെ ബോഡി കുഴിച്ചിട്ടതേക്കുറിച്ച് തുറന്നു പറഞ്ഞങ്ങനെ അവസാന നിമിഷം അവൻ്റെ മനസ്സ് മാറുന്നു. ബ്ലേക്ക് ബിബിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. എവിടെയാണ്, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്നും പറയണ്ട, ജസ്റ്റ് പോയിക്കൊള്ളാൻ തള്ളിവിടുകയാണ് ആ പാവം. ഇനി ബക്കിനോടവൻ എന്ത് പറയും? ഒരു കലാശക്കൊടിന് മുമ്പുള്ള ഡേർഡെവിളിൻ്റെ പള്ളിയിലുള്ള നിമിഷങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് ഒറ്റയ്ക്കായി പോയ നിസ്സഹായനെ നിൽക്കുന്ന തന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. തീർച്ചയായും പുണ്യാളൻ ഒരു വഴി കാട്ടിത്തരും. അതാണ് അവൻ്റെ അടുത്തേക്ക് ഇന്നേരം തിരികെ എത്തി നിൽക്കുന്ന ജെസ്സിക്ക ജോൺസ്. ബിബി ഇല്ലാതെ ചെല്ലുന്ന ബ്ലേക്കിൻ്റെ മറച്ചുവെച്ചുള്ള സംസാരത്തിൽ അവൻ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്ന് മനസ്സിലാക്കി ബക്ക് ദേഷ്യം കൊണ്ട് മൂകുന്നു. ഒന്നും വിട്ടു പറയാൻ നിൽക്കുന്ന ബ്ലേക്കിനെ അവൻ ക്രൂരമായി ഉപദ്രവിക്കുകയാണ്. ബിബി എവിടെയുണ്ടെന്ന് പറയാൻ നിർബന്ധിക്കുന്നെങ്കിലും വഴങ്ങുന്നില്ല. അവസാനമായി ഒരു ചാൻസ്, എവിടെയാണെന്ന് പറയാനായിട്ട് തോക്കും ചൂണ്ടി ട്രിഗറും സെറ്റാക്കി നിൽക്കുമ്പോഴും അവൻ തയ്യാറല്ല ഒരു ന്യായത്തിനു വേണ്ടി നിൽക്കുന്ന ജീവനെ ബലി കൊടുക്കാൻ. ഫിസ്കിൻ്റെ കൂടെ നിന്ന് ഇനി തൻ്റെ സ്ഥാനത്ത് ബക്ക് വരുമെന്നും അത്രയും വിലയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ നാം കാണുന്നത് ഒരു തരിയും പോലും ദയയില്ലാതെ ബക്ക് ബ്ലേക്കിൻ്റെ മുഖത്തേക്ക് വെടി ഉതിർക്കുന്നതും. തുടക്കം മുതലുള്ള ഒരു പ്രധാന ക്യാരക്ടറാണിപ്പോൾ ഇങ്ങനൊരു അന്ത്യം. തീർച്ചയായും ഇത് വൻ കോളിളക്കങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ അതിലേലും വലിയ ഭൂമിയിളക്കമാണ് ഇനി വരാനിരിക്കുന്നത്. ഒരു തീർപ്പ് കാരൻ്റേത് മാത്രമല്ല, ഫിസ്കിൻ്റെയും മർഡോക്കിൻ്റെയും
ഹെൽസ് കിച്ചൻ്റെയും വിധി അറിയാൻ ഇനി ഒരു എപ്പിസോഡ് മാത്രം അകലെ നിൽക്കെ എന്താകും നടക്കുക? വല്ല പിടിയുണ്ടോ? സ്പോയിലർ ഫോട്ടോസ് കണ്ടില്ലാത്തവരുടെ ചിന്തകൾ പോരട്ടെ. അപ്പോൾ മറ്റൊരു ഇദ്ദേഹമായി നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. യെസ്, യുവർ ഓണർ.